ക്ലോസ് ടു ഈ ബില്ലിന്റെ ഭാഗമായിരിക്കുമോ അനുകൂലിക്കുന്ന എസ് പറയുക, എതിർക്കുന്ന നോ പറയുക. എനിക്ക് തോന്നുന്നു എസ് ആണ് വിജയിച്ചത്. എസ് ആണ് വിജയിച്ചത്. ക്ലോസ് 2 ഈ ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ബഹുമാനപ്പെട്ട അമെൻമെന്റ് 2 ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ അവതരിപ്പിക്കുക. ചോദ്യം എന്നാൽ അമെൻമെന്റ് 2 ഈ അംഗീകരിക്കുമോ അനുകൂലിക്കുന്ന എസ് പറയുക, എതിർക്കുന്നവർ നോ പറയുക. എനിക്ക് തോന്നുന്നു എസ് ആണ് വിജയിച്ചത്. എസ് ആണ് വിജയിച്ചത്. എസ് ആണ് വിജയിച്ചത്. പ്രശ്നം ചോദ്യമെന്നാൽ ഈ ക്ലോസ് 1 ഈ അമെൻമെന്റ് ഭാഗമാകുമ്പോൾ അനുകൂലിക്കുന്ന എസ് പറയുക, എതിർക്കുന്നവർ നോ പറയുക. എനിക്ക് തോന്നുന്നു എസ് ആണ് വിജയിച്ചത്. എസ് ആണ് വിജയിച്ചത്. എസ് ആണ് വിജയിച്ചത്. ക്ലോസ് 1 ഈ ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഞാൻ ഈ ഭേദഗതി മുന്നോട്ട് വെക്കുന്നത്. ചോദ്യം എന്നാൽ അമെൻമെന്റ് നമ്പർ ഈ ഭേദഗതി അനുകൂലിക്കുന്ന എസ് പറയുക, എതിർക്കുന്നവർ നോ പറയുക. എനിക്ക് തോന്നുന്നു ഐസാണ് വിജയിച്ചത്. ഐസാണ് വിജയിച്ചത്. ചോദ്യം എന്നാൽ ഈ എനാക്ടിംഗ് ഫോർമുല ഈ ബില്ലിന്റെ ഭാഗമായിരിക്കുമ്പോൾ അനുകൂലിക്കുന്നവർ എസ് പറയുക, എതിർക്കുന്നവർ നോ പറയുക. എനിക്ക് തോന്നുന്നു എസ് ആണ് വിജയിച്ചത്. എസ് ആണ് വിജയിച്ചത്. എസ് ആണ് വിജയിച്ചത്. ഈ എനാക്ടിംഗ് ഫോർമുല ഈ ഭേദഗതിയുടെ ഭാഗമായിരിക്കുന്നു. ചോദ്യം എന്നാൽ ഈ ലോങ് ടൈറ്റിൽ ഈ ബില്ലിന്റെ ഭാഗമായിരിക്കുമോ അനുകൂലിക്കുന്നവർ എസ് പറയുക, എതിർക്കുന്നവർ നോ പറയുക. എനിക്ക് തോന്നുന്നു എസ് ആണ് വിജയിച്ചത്. എസ് ആണ് വിജയിച്ചത്. എസ് ആണ് വിജയിച്ചത്. ഈ ലോങ് ടൈറ്റിൽ ഇതിന്റെ ഭാഗമായിരിക്കുന്നു. ഇനിയും ഈ സാർ ഞാൻ പറയുന്നു ഈ ബില്ല് പാസ്സാക്കണമെന്ന് ഭേദഗതി ബില്ല് പാസ്സാക്കണമെന്നു. ചോദ്യം എന്നാൽ ഈ ഭേദഗതി ചെയ്ത ബില്ല് പാസ്സാക്കണോ അനുകൂലിക്കുന്ന എസ് പറയുക, എതിർക്കുന്നവർ നോ പറയുക. എനിക്ക് തോന്നുന്നു എസ് ആണ് വിജയിച്ചത്. എസ് ആണ് വിജയിച്ചത്. എസ് ആണ് വിജയിച്ചത്. ഈ ബില്ല് ഭേദഗതി ചെയ്ത ബില്ല് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നു.